തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കൊടിഞ്ഞി VT സ്റ്റോർ നിക്ഷേപ തട്ടിപ്പിലെ ഇരകൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്ത്. തട്ടിപ്പിനിരയായി 5 വർഷം പിന്നിട്ടിട്ടും നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൊടിഞ്ഞി ചെറുപാറിൽ നിന്നും നിലവിലെ ഉടമയായ VT ബഷീറിന്റെ വീട്ടിലേക്കാണ് ഇരകൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. സ്ത്രീകളും കുട്ടികളുമടക്കം 100ഓളം പേരാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത്. നീതി വേണം, നീതി വേണം, നീതി വേണം, നീതി വേണം, നടപടിയൊന്നും ഇല്ലാത്ത പിന്മാറില്ല. നീതി ലഭിക്കും നാൾ വരെ, നീതി ലഭിക്കും നാൾ വരെ, നീതി ലഭിക്കും നാൾ വരെ, നീതി ലഭിക്കും നാൾ വരെ. പിന്മാറില്ല, 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 പിന്മാറില്ല. സമ്പാദിച്ച ഞങ്ങളുടെ സമ്പത്തിനരുവ് കൈക്കലാക്കി വെച്ചിട്ടുണ്ട്. ഇല്ല പിന്മാറില്ല, ഇല്ല പിന്മാറില്ല, ഇല്ല പിന്മാറില്ല. നീതി ലഭിക്കും നാൾ വരെ, നീതി ലഭിക്കും നാൾ വരെ. വീടിനു സമീപത്ത് വെച്ച് തിരൂരങ്ങാടി SIയും സംഘവും പ്രതിഷേധക്കാരെ തടഞ്ഞു. തുടർന്ന് പോലീസുമായി നടന്ന ചർച്ചയിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ഇരകൾ പോലീസിന് ഭീമഹർജി നൽകുകയും പരാതി സ്വീകരിക്കുകയും ചെയ്തു. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ എന്റെ മേലെ അറിയിച്ചോളാം. പോയില്ല, ഇപ്പൊ അവിടെ നിൽക്കണേ. ഞങ്ങളൊക്കെ എന്താ, ഞങ്ങളൊക്കെ പൈസ കൊണ്ട് വരില്ല സാറേ. ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവരൊക്കെ ക്ഷമ കെട്ട് കഴിഞ്ഞു. ഇവരൊക്കെ ക്ഷമിച്ചിരിക്കുകയാണ്. സ്വന്തം ചികിത്സ ബിസിനസ് നടത്തുക, ഞങ്ങളെ പൈസ ഒരു തട്ടിപ്പറിച്ച ജനങ്ങൾ ഇളകും. ഇത് കുറച്ചേ ഉള്ളൂ. വേണ്ടത് അവരെ സ്ഥാപനങ്ങളെ സ്റ്റേ ചെയ്യണം. ആളെ ഒരു അറ്റാക്കിന്റെ അസുഖമാണ് മറ്റേന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് നിങ്ങൾ കാശ് ചെയ്യാൻ തരുന്നുണ്ട്. ഇപ്പൊ അവന്റെ സുഖം മാറിയപ്പോ
ജനങ്ങൾ ഇളകും, അത് സുഖമായിട്ട് വരുന്ന സാറ് പറയുന്നത് ഞങ്ങൾ കേൾക്കണം, എപ്പോഴും കേൾക്കും. സാറ് പറഞ്ഞ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ വാക്കിൽ ഞങ്ങൾ പോകണ്ടിട്ട 4 മണിക്ക്. സിമന്റും കമ്പിയും വിൽക്കുന്ന വീട്ടി സ്റ്റോറിൽ 1000-ലേറെ പേരാണ് പണം നിക്ഷേപിച്ചിരുന്നത്. വ്യാപാര പങ്കാളിത്തം വാഗ്ദാനം ചെയ്താണ് വീട്ടി സ്റ്റോറിന്റെ പേരിൽ 72 കോടിയിലധികം രൂപ തട്ടിയെടുത്തത്. സിമന്റ് കമ്പി വ്യാപാരത്തിൽ പങ്കാളികളാക്കി ലാഭം നൽകാമെന്ന് മോഹിപ്പിച്ചാണ് കൊടിഞ്ഞിയിലെ വീട്ടി സ്റ്റോർ പാവങ്ങളിൽ നിന്ന് കോടികൾ തട്ടിയത്. മാസത്തിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. മുൻപ് കൃത്യമായി ലാഭവിഹിതം നൽകിയിരുന്നു. എന്നാൽ സ്ഥാപന ഉടമകളിൽ ഒരാൾ 2019 മരിച്ചതിൽ പിന്നെ സഹോദരനാണ് നടത്തിയിരുന്നത്. തുടർന്നാണ് തുക കിട്ടാതായത്. രോഗികളും വയോധികരും പണം നിക്ഷേപിച്ചവരുണ്ട്. മാസത്തിൽ മരുന്ന് വാങ്ങുന്നതിനും ഡയാലിസിസ് ചെയ്യുന്നതിനും ഉൾപ്പെടെ തുക പ്രതീക്ഷിച്ചാണ് പലരും നിക്ഷേപിച്ചിരുന്നത്. സ്വർണം വിറ്റും ഭൂമി വിറ്റും വരെ പലരും പണം നൽകി. ഇപ്പോൾ നൽകിയ തുക പോലും കിട്ടാത്ത അവസ്ഥയിലാണ്. സാമ്പത്തിക തട്ടിപ്പിൽ പണം നഷ്ടമായ 100 കണക്കിന് പാവങ്ങൾ ജീവിതമാർഗങ്ങളെല്ലാം അടഞ്ഞ പ്രതിസന്ധിയിലാണ്. VK ഉനേസ്, എലിമ്പാടൻ നൌഫൽ, അണ്ടിയത്ത് ബാബു, കൊളക്കാടൻ സൈദലവി ഹാജി, KM ഇബ്രാഹിം കുട്ടി, കൊടിഞ്ഞിയത്ത് അഫ്സൽ, ഊർപ്പായി അബ്ദുൾ സമദ്, പാട്ടശ്ശേരി മൊയ്തീൻകുട്ടി, പാട്ടശ്ശേരി ബാവ, MP അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.